ഫസ്റ്റ് റിപ്പോർട്ട് കൊല്ലത്ത് വൻ ലഹരി ഗുളിക വേട്ട 6000-ലധികം വരുന്ന ലഹരി ഗുളികകളാണ് പിടികൂടിയത്. ഹോൾസെയിൽ മാർക്കറ്റിൽ 14 ലക്ഷവും റീറ്റെയിൽ മാർക്കറ്റിൽ 25 ലക്ഷവും ഗുളികയ്ക്ക് വില വരും. ഒരാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ സ്ഥലത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജയശങ്കർ, വലിയ ലഹരി വേട്ട എന്ന് തന്നെ വേണം. ലഹരി ഗുളികകളാണ് പിടികൂടിയിരിക്കുന്നത് അല്ലേ? ഇത് വിനീത, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് എക്സൈസ് ഓഫീസിലാണ്. അല്പസമയം മുമ്പാണ് ഇരവുപുരത്ത് നിന്ന് വലിയൊരു ലഹരി ഗുളിക വേട്ട എക്സൈസ് നടത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കവറിനുള്ളിൽ ആ പിടിച്ചെടുത്ത ലഹരിയുണ്ട്. ഹോൾസെയിൽ മാർക്കറ്റിൽ ഏകദേശം 15 ലക്ഷത്തോളം വില വരുന്ന ലഹരി ഗുളികകളാണ് പിടിച്ചെടുത്തത്. റീറ്റെയിൽ മാർക്കറ്റിൽ അതിന് 25 മുതൽ 30 ലക്ഷത്തോളം രൂപ വരെ വില വരും. ഏകദേശം 6000 സ്ലിപ്പ് പിടിച്ചു എന്നാണ് എക്സൈസ് പറയുന്നത്. അതിലും എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു വേട്ടയാണ് ലഹരി ഗുളിക. ഇപ്പോൾ ആളുകൾ ഈ പരിശോധന പോലീസ് എക്സൈസൊക്കെ വ്യാപകമാക്കിയപ്പോൾ ഈ കഞ്ചാവും MDMA ഒക്കെ മാറ്റി ലഹരി ഗുളികളിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ലഹരിവേട്ട, മയക്കുമരുന്നിനെതിരെയുള്ള ലഹരിവേട്ട ശക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കറും പാർട്ടി ഇരയൂരം ഭാഗത്തുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി റെയ്ഡ് നടത്തിയതിൽ ഒരു 6400 ടൈഡോൾ ടാബ്ലറ്റാണ് കിട്ടിയത്. ഈ ടൈഡോൾ ടാബ്ലറ്റ് നമുക്ക് പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നു പലരും, പക്ഷേ നമുക്ക് മയക്കുമരുന്നായിട്ടും ഇത് ഉപയോഗിക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നൈട്രോസെപ്പൻ ടാബ്ലറ്റാണ് ഇപ്പം പിടിച്ചിട്ടുള്ളത്. 20 നൈട്രോസെപ്പൻ ടാബ്ലറ്റ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത് അന്വേഷിച്ച സമയത്താണ് ഈ നൈട്രോസെപ്പൻ ടാബ്ലറ്റിന് പകരം അവർ ടൈഡോൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇവർ വാങ്ങിക്കുന്നതല്ല എന്ന് മനസ്സിലായി. ബോംബെ പോലെയുള്ള സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നാണ് ഈ അടുത്ത കാലത്തായിട്ടുള്ള അറിവ്. നമുക്ക് കുറച്ച് ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകൾ നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള അറിവ് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടൈഡോൾ ടാബ്ലറ്റ് കണ്ടുപിടിച്ചത്. പറഞ്ഞ പോലെ ലക്ഷങ്ങൾ വില വരുന്നതാണല്ലോ അല്ലേ? ഇത് ഹോൾസെയിലായിട്ട് 15 ലക്ഷം രൂപയും റീറ്റെയിലായിട്ട് 30 ലക്ഷം രൂപയും ഇവർ ഈടാക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരു കണ്ണി തന്നെയുണ്ട്. കാരണം ഈ ടൈഡോൾ എന്ന് പറയുന്ന ടാബ്ലറ്റ് കൊല്ലം ജില്ലയിൽ വ്യാപകമായിട്ടിപ്പം മനസ്സിലാകുന്ന ഈ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. ഇതിലിപ്പം വളരെ വ്യാപകമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. പ്രതിയെ തന്നെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ പരിശോധനയും ചോദ്യം ചെയ്യലൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ വലിയൊരു കണ്ണി ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും വലിയൊരു ലഹരി ഗുളിക വേട്ടയാണ് എക്സൈസ് നടത്തിയിരിക്കുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ വരുന്ന റീറ്റെയിൽ മാർക്കറ്റിലൊക്കെ 30 ലക്ഷത്തോളം വരുന്ന ഗുളികയാണ് ഇതിലിരിക്കുന്നത്. എന്തായാലും ആ പ്രതിയെ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് ആ പ്രതിയെ കൂടി കാണാം. എന്തായാലും ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പരിശോധനകളാണ് കൊല്ലത്ത് എക്സൈസ് നടത്തുന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ MDMA കഞ്ചാവൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴത് ഇത്തരത്തിൽ ഗുളികകളിലേക്ക് മാറിയിരിക്കുന്നതിനെതിരെ വലിയ ജാഗ്രതയായി വലിയ പരിശോധന എക്സൈസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. വിനീത, ശരി, ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.